സുധാകരൻ ഇനിയും ഈ ദിവസങ്ങളിലും ഇനി പ്രകോപിതനാവും. സുധാകരൻ ഉറപ്പായും ഇതിൻ്റെ പേരിൽ തോൽക്കുകയും ചെയ്യും എന്നുള്ളതാണ് നമ്മളതിൽ കാണേണ്ടത്. മാടമ്പിത്തരം ഏറ്റവും കൂടുതൽ പ്രകടിപ്പിച്ചുകൊണ്ട് പാർട്ടി നേതൃത്വത്തെയും അതുപോലെ തന്നെ അണികളെയും ഒരേപോലെ ഭയപ്പെടുത്തി നിർത്തിയാണ് പുള്ളി എല്ലാ കാലത്തും സീറ്റ് നേടിയതും. അദ്ദേഹം ആണ് ഈ റോഡ് ഉണ്ടാക്കിയത്, അദ്ദേഹമാണ് ഈ പാലം ഉണ്ടാക്കിയത് എന്നൊക്കെ പറയുന്നത് ഒരുതരം ഒരു ഹിസ്റ്റീരിക് ആയിട്ടുള്ള ഒരു മാനസികാവസ്ഥ തന്നെയാണ്. ഞാൻ ഉണ്ടെങ്കിൽ അവിടെ എല്ലാം ഉണ്ട് എന്നുള്ളതാണ്. അദ്ദേഹം ഇല്ലാതെ തന്നെയാണല്ലോ ഈ 5 വർഷക്കാലം ഇവിടെ കഴിഞ്ഞുകൂടിയത്. അതുകൊണ്ട് ജി സുധാകരൻ ഇപ്പോൾ കാണിക്കുന്നതെല്ലാം ഒരുതരം മാനസികവിഭ്രാന്തിയുടെ ലക്ഷണങ്ങൾ തന്നെയാണ്, യാതൊരു സംശയമില്ല. രാജേട്ടാ നമസ്കാരം. നമസ്കാരം. രാജേട്ടാ, നമ്മുടെ ജി സുധാകരൻ സഖാവിന് എന്തോ ചെറിയ ഒരു സ്ക്രൂവിൻ്റെ പ്രശ്നമുണ്ടെന്നൊരു സംശയമുണ്ട്. കാരണം ഇന്നലെ വീട്ടിൽ വെച്ച് പത്രസമ്മേളനം നടത്തുന്ന സമയത്ത് ഏത് സർക്കാർ, എന്ത് സർക്കാർ, നീ വന്ന വഴി ഞാൻ ഉണ്ടാക്കിയതാണ്, ഏത് സർക്കാർ, അത് സർക്കാരിലെ ഉണ്ടാക്കിയതെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഏത് സർക്കാർ, നിന്റെ ഭാര്യയാണോ സർക്കാർ, അല്ലെങ്കിൽ നിന്റെ ഭർത്താവാണോ സർക്കാർ എന്നൊക്കെ ചോദിക്കുന്നൊരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വട്ടായോ? അല്ല, വട്ടായോ എന്നുള്ളല്ല, ജി സുധാകരൻ നേരത്തെ തന്നെ കുറച്ച് പ്രശ്നമുണ്ട് എന്നുള്ള ഒരു സ്ക്രൂ ഇളകി കിടക്കുന്നൊക്കെ അറിയാം. അത് മാത്രമല്ല, പുള്ളി ഇപ്പോൾ വേറൊരു തരം ഒരു ഉന്മാദാവസ്ഥയിലാണ്. കാരണം പൂർണ്ണമായും പൊളിറ്റിക്സിൽ നിന്ന് തുടച്ചു നീക്കപ്പെട്ടു എന്നുള്ളൊരു തോന്നലിലാണല്ലോ പുള്ളി കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് പല രീതിയിൽ വിമർശനങ്ങൾ ഉന്നയിക്കുകയും സമയമാകുമ്പോൾ ഞാൻ ചില കാര്യങ്ങൾ പറയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലപ്പോഴായിട്ട് നേതൃത്വത്തിനെതിരെ പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ അദ്ദേഹം നേരത്തെ പറഞ്ഞ പല കാര്യങ്ങളും പിന്നീട് തിരുത്തി പറയുന്നത് നമ്മൾ കണ്ടു. ഇതൊക്കെ പറയുമ്പോഴും ജി സുധാകരൻ എല്ലാ കാലത്തും അവിടെ ഒരു വലിയ രാജാവിനെ പോലെ കഴിഞ്ഞിരുന്നു. മാടമ്പിത്തരം ഏറ്റവും കൂടുതൽ പ്രകടിപ്പിച്ചുകൊണ്ട് പാർട്ടി നേതൃത്വത്തെയും അതുപോലെ തന്നെ അണികളെയും ഒരേപോലെ ഭയപ്പെടുത്തി നിർത്തിയാണ് പുള്ളി എല്ലാ കാലത്തും സീറ്റ് നേടിയതും ഒക്കെ. നമുക്കറിയാം, അദ്ദേഹത്തിന് ആദ്യം സീറ്റ് നിഷേധിച്ചു. അമ്പലപ്പുഴ നേരത്തെ സീറ്റ് നിഷേധിച്ചപ്പോൾ അദ്ദേഹം ഓട്ടോറിക്ഷ പിടിച്ച് നേരെ തിരുവനന്തപുരത്ത് പോയ ഒരു കഥയൊക്കെ ഉണ്ട്. കഥയായിട്ടാണ് അന്ന് പ്രചരിച്ചിരുന്നെങ്കിൽ പോലും നമുക്കിപ്പോൾ അത് കേൾക്കുമ്പം ശരിയായിരിക്കും അത് എന്ന് തന്നെയാണ് നമുക്ക് ബോധ്യപ്പെടേണ്ടത്. കാരണം സുധാകരൻ എന്ന് വിചാരിക്കുന്നത് എന്താണ്, പുള്ളി എല്ലാ കാലത്തും പുള്ളി ഉത്തരവിടുകയും അത് ആളുകൾ കേൾക്കുകയും, അദ്ദേഹം ശരിയാണ് മന്ത്രി എന്ന നിലയിൽ 2 തവണ മന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹം വളരെ കാര്യപ്രാപ്തിയുള്ള മന്ത്രിയായിരുന്നു, അഴിമതിക്കാരനായിരുന്നില്ല, അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ അദ്ദേഹത്തിന് ഭയമായിരുന്നു. കഴിഞ്ഞ തവണയൊക്കെ PWD വകുപ്പ് കൈകാര്യം ചെയ്തപ്പോൾ അദ്ദേഹം എഞ്ചിനീയർമാരെയൊക്കെ വരച്ച വരിയിൽ നിർത്തിയിരുന്നു എന്നൊക്കെ നമുക്കറിയാം. ഏറ്റവും കൂടുതൽ അഴിമതിയുള്ള 2 വകുപ്പുകളിൽ ഒന്നാണ് PWD, മറ്റൊന്ന് KSEB ആണ്. അപ്പം PWD വകുപ്പിന് നന്നായിട്ടൊക്കെ ഭരിക്കാനൊക്കെ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടെന്ന് സത്യമാണ്. പക്ഷേ അദ്ദേഹം ആണ് ഈ റോഡ് ഉണ്ടാക്കിയത്, അദ്ദേഹമാണ് ഈ പാലം ഉണ്ടാക്കിയത് എന്നൊക്കെ പറയുന്നത് ഒരുതരം ഒരു ഹിസ്റ്റീരിക് ആയിട്ടുള്ള ഒരു മാനസികാവസ്ഥ തന്നെയാണ്. കാരണം ഇത് സർക്കാർ എന്താണെന്നും ജനപ്രതിനിധിയാവുന്നു, മന്ത്രിയാവുന്നു, വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു എന്നതുകൊണ്ട് ഇദ്ദേഹം ഉണ്ടാക്കിയതാണ് എന്നുള്ള രീതിയിൽ ഫലകത്തിലൊക്കെ അദ്ദേഹത്തിൻ്റെ പേരുണ്ട് എന്നുള്ളത് കൊണ്ട് ഇതെല്ലാം ഞാൻ ഉണ്ടാക്കിയതാണ് എന്ന് തോന്നുന്നത് തന്നെ തെറ്റാണ്. സർക്കാർ എന്ന് പറയുന്നത് ഒരു തുടർച്ചയാണ് എന്നുള്ളത് നമ്മളിൽ കാണേണ്ടതുണ്ട്. ഇത്തരം ഒരു ഉന്മാദാവസ്ഥയിൽ അദ്ദേഹം ഇപ്പോൾ സ്ഥാനാർത്ഥിയാവുന്നു. അദ്ദേഹം വിചാരിക്കുന്നതെന്ന് പറഞ്ഞാൽ UDF അധികാരത്തിൽ വരും, തീർച്ചയായും അമ്പലപ്പുഴയിൽ ഞാൻ ജയിക്കും, ജയിച്ചാൽ വീണ്ടും ഞാൻ മന്ത്രിയാവും, അതിനുശേഷം പല ആളുകളോടത്തും എനിക്ക് മറുപടി പറയാനുണ്ട് എന്നൊക്കെയുള്ള ഇതാണ്. പക്ഷേ അദ്ദേഹത്തോട് ചോദിച്ചൊരു ചോദ്യമാണ് അദ്ദേഹം പ്രകോപിപ്പിച്ചതെന്നുള്ളതാണ്. അധികാരത്തോടുള്ള ഈ ഭ്രമമാണോ, അല്ലെങ്കിൽ വീണ്ടും ഈ UDFൻ്റെ ഒക്കെ സ്ഥാനാർത്ഥിയായി വരുന്നത് വീണ്ടും മന്ത്രിയൊക്കെ ആവാനുള്ള കസേരയോടുള്ള വലിയ ആഗ്രഹമാണോ എന്നുള്ള ചോദ്യത്തിലാണ് പുള്ളി പെട്ടെന്ന് അദ്ദേഹത്തിന് താല്പര്യമില്ലാത്ത ഒരു ചോദ്യവും ചോദിക്കാൻ പാടില്ല എന്നുള്ളത് നേരത്തെയുള്ള നിയമമാണ്. നമ്മൾ അദ്ദേഹത്തിന് ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടി പോയ സമയത്തും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അനാവശ്യ ചോദ്യങ്ങൾ ചോദിക്കരുത് എന്നാണ്. അനാവശ്യ ചോദ്യങ്ങൾ എന്ന് പറയുന്നത് പുള്ളിക്ക് ആവശ്യമില്ലാത്ത ചോദ്യങ്ങളൊന്നും ഇങ്ങോട്ട് വേണ്ട, ഞാൻ പറയും നിങ്ങളങ്ങ് കേട്ടാൽ മതി എന്നുള്ളതാണ്. അദ്ദേഹം പാർട്ടിയിൽ വലിയ നേതാവായിരിക്കുന്ന സമയത്ത് ശരിയാണ് VS അച്യുതാനന്ദനെ വരെ അദ്ദേഹം വരച്ച വരയിൽ നിർത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടെന്നൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് അവിടെ നേരത്തെ വലിയ രാജാവും കിരീടം വെക്കാതെ രാജാവും പാർട്ടിയിൽ വലിയ ആഢ്യനൊക്കെ ആയിരുന്നെങ്കിൽ പോലും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ഥിതി വളരെ പരുങ്ങലാണ്. പ്രത്യേകിച്ചിട്ടും തെരഞ്ഞെടുപ്പ് രംഗത്തിറങ്ങി ഒരു സ്ഥാനാർത്ഥിയായിരിക്കെ അദ്ദേഹം മാധ്യമപ്രവർത്തകരോടൊക്കെ ഈ രീതിയിൽ സംസാരിക്കുന്നു എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മടമ്പിത്തരം തന്നെയായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇല്ല, ഞാൻ ചോദിക്കട്ടെ, ഇദ്ദേഹത്തെക്കുറിച്ച് പണ്ട് ഞാനൊരു കാര്യം പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ PA ആയിരുന്ന ഒരു വ്യക്തിയുടെ ഭാര്യ, ആ ഭാര്യ ഒരു സ്കൂളിലെ, അതായത് CPM തന്നെ നേതൃത്വം കൊടുക്കുന്ന ഒരു സ്കൂളിലെ ഒരു ജീവനക്കാരെത്തിയായിരുന്നു. ആ ജീവനക്കാരത്തിയോട് എത്തിയ തെറി പറഞ്ഞതിൻ്റെ പേരിൽ ഇദ്ദേഹത്തിനെതിരെ ഒരു പോലീസ് കേസൊക്കെ വന്നിട്ടുണ്ട്. അത് ഓർമ്മയുണ്ടോ? ഉണ്ട്. അദ്ദേഹം മന്ത്രിയായിരിക്കുന്ന സമയത്താണത്. അദ്ദേഹത്തിനെതിരെ ആദ്യം ഉയർന്ന ഏറ്റവും വലിയ ആരോപണം ഇവിടെ തൊട്ടാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിൽ CPM-ലെ കഷ്ടകാലം ആരംഭിക്കുന്നത്. ഭാര്യ തെറി പറഞ്ഞു എന്നുള്ള ആ വിഷയം തൊട്ടാണ് പിന്നീട് ഇദ്ദേഹത്തിന് എതിരെ വലിയൊരു മൂവ്മെന്റ് അവിടെ ഇദ്ദേഹം ഇപ്പൊ പറയുന്നുണ്ടല്ലോ, സലാം, ആരിഫ്, നാസർ തുടങ്ങിയ നേതാക്കന്മാരെല്ലാം ചേർന്നുകൊണ്ട് അദ്ദേഹത്തിനെതിരെ ഗൂഢാലോചന നടത്തി എന്നുള്ളതാണ്. ഇദ്ദേഹത്തിന് സഹിക്കാൻ പറ്റാതെ ഇദ്ദേഹത്തിന് എങ്ങനെ ഒഴിവാക്കിയെടുക്കാന്നതിനെ കുറിച്ചുള്ള ഗൂഢാലോചന നടത്തി എന്നുള്ളത് സത്യം തന്നെയായിരിക്കും. കാരണം ഇത് പത്രക്കാരോടൊക്കെ ഈ രീതിയിൽ വളരെ മോശമായി സംസാരിക്കുന്ന സമയത്ത് CPM-ന്റെ
അന്ന് വലിയ നേതാവായിരിക്കുന്ന സമയത്ത് ഏതൊക്കെ രീതിയിൽ ഈ അന്നത്തെ നേതാക്കന്മാരോട് ഇദ്ദേഹം പെരുമാറിയിട്ടുണ്ടാവും നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. അപ്പൊ അവരൊക്കെ അന്ന് വേറെ രക്ഷയില്ലാത്തതുകൊണ്ട് ഇദ്ദേഹത്തിനെ സഹിച്ചും അടിമകളെ പോലെ നിന്നുമൊക്കെ ചിലപ്പോൾ മുന്നോട്ട് പോയിട്ടുണ്ടാവും. പക്ഷെ പല്ല് കൊഴിഞ്ഞാൽ സിംഹം വലിയ രീതിയിൽ കടിച്ചു കീറാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ അത് വെറുതെ ഉള്ള വ്യാമോഹം മാത്രമാണല്ലോ. അതായത് ഇദ്ദേഹം എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം പറഞ്ഞതെന്താ വെച്ചാൽ പിണറായി 3 അത് വീണ്ടും വരണം, പിണറായി വിജയന് ഞാനുമായിട്ട് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല, പിണറായി വിജയൻ വീണ്ടും അധികാരത്തിൽ വരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇന്നലെ അത് തിരുത്തി പറയുകയാണ് അദ്ദേഹം. അങ്ങനെ തിരുത്തി പറയുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ നിലപാട് എന്താണ്? 55 വർഷക്കാലം ഒരു കമ്മ്യൂണിസ്റ്റായിട്ട് ജീവിക്കുക, അതിനുശേഷം ഒരു സുപ്രഭാതത്തിൽ ഈ കമ്മ്യൂണിസത്തെ അല്ല CPM തള്ളി പറഞ്ഞുകൊണ്ട് ഞാനാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് വരിക, അതിനുശേഷം അധികാരത്തിൻ്റെ പ്രാന്ത് മൂത്ത് പത്രമാധ്യമ പ്രവർത്തകരോട് ഉൾപ്പെടെ തെറി പറയുക, അതിനുശേഷം ഇദ്ദേഹം NSSൻ്റെ ഉൾപ്പെടെയുള്ള SNDPയുടെ ഉൾപ്പെടെയുള്ള സാമുദായിക നേതാക്കന്മാരുടെ തിണ്ണനിറങ്ങാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു ഗതികേട്. ഈ ഗതികേടൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുമ്പോഴത്തേക്ക് സുധാകരൻ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ തന്നെ ഒരു വട്ടപൂജ്യമായി മാറിയില്ലേ? ഇത് നമ്മളിൽ കണ്ടത് ഇപ്പം അദ്ദേഹത്തിനൊക്കെ എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്നത് എന്താണ്, അദ്ദേഹത്തിനെ മൈൻഡ് ചെയ്തില്ല അല്ലെങ്കിൽ അദ്ദേഹത്തിനെ അവഹേളിക്കുന്നു എന്നൊക്കെ കുറേയൊക്കെ തോന്നൽ കൂടിയാണ്. അദ്ദേഹത്തിന് മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ള ആരോഗ്യപരമായ കാരണങ്ങളല്ല, അല്ലെങ്കിൽ പ്രായത്തിൻ്റെയൊക്കെ പേരിലാണല്ലോ അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം നിന്ന് കഴിഞ്ഞ പ്രാവശ്യം മാറ്റി നിർത്തിയത്. അപ്പോൾ 5 വർഷക്കാലം വീട്ടിലിരുന്നപ്പോൾ അദ്ദേഹത്തിനുണ്ടായ മാനസിക പ്രശ്നങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ ഉള്ള സ്ഥാനാർത്ഥിത്വത്തിന് കാരണം എന്നുള്ളത്. അപ്പോൾ അദ്ദേഹം CPM ചിലപ്പോൾ അദ്ദേഹത്തിന് ചില അവഹേളനങ്ങൾ നേതാക്കന്മാരുടെ ഇടയിൽ നിന്നൊക്കെ ചില അവഹേളനങ്ങളൊക്കെ നേരിട്ടുണ്ട്, അത് സത്യമായിരിക്കും. പക്ഷെ നമ്മളിൽ കാണേണ്ടത് ഒരു പുരുഷായുസ് കാലം മൊത്തം ഈ പാർട്ടിയുടെ എല്ലാ സൗകര്യങ്ങളും ഉപയോഗിക്കുകയും MLA ആവുകയും 2 തവണ മന്ത്രിയാവുകയും ഒക്കെ ചെയ്ത സുധാകരന് ഇതിൽ പരം എന്താണ് ഇനി ലഭിക്കേണ്ടത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇപ്പം പ്രായമായ പലരും ചാടിപ്പുറപ്പെട്ട് എന്നെ മൈൻഡ് ചെയ്യുന്നില്ല, എനിക്ക് കൃത്യമായ ഒരു ഇപ്പം കോൺഗ്രസിൽ ഇപ്പോൾ സുധാകരൻ ഉണ്ടാക്കിയ കലാപം ഇത് തന്നെയാണ്. അപ്പം പിന്നീട് സുധാകരൻ ഒതുങ്ങി എന്നത് എന്തുകൊണ്ടാണ് ഒതുങ്ങി? അദ്ദേഹം ഇപ്പോൾ MP ആണ് എന്നുള്ളത് കൊണ്ടാണ്. അദ്ദേഹത്തിന് യാതൊരു തരത്തിലുള്ള ഒരു സീറ്റും ഇല്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ അദ്ദേഹം ഒതുങ്ങും? ഒരിക്കലും ഒതുങ്ങില്ല. ഒതുങ്ങിയെന്നും പറയരുത്. അദ്ദേഹം ഇന്നലെ വീണ്ടും പറഞ്ഞിട്ടുണ്ട് ഭരണമാറ്റം ഉണ്ടാകും എന്ന് താൻ കരുതുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് തന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് എന്നും കൂടിയാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. അല്ല, ഈ ഭരണമാറ്റം സുധാകരന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭരണമാറ്റം ഉണ്ടാവില്ല എന്ന് പുള്ളി പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ ഞാനില്ലെങ്കിൽ ഭരണമാറ്റം ഉണ്ടാവില്ല എന്നുള്ളതാണ്. അദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്നു അതാണ്. ഞാൻ തെരഞ്ഞെടുപ്പിലേക്ക് രംഗത്തേക്ക് വരികയാണെങ്കിൽ, ഞാൻ സ്ഥാനാർത്ഥിയാവുകയാണെങ്കിൽ കേരളത്തിൽ അതൊരു വലിയ ട്രെൻഡായി മാറുന്നു. നേരത്തെ VS അച്യുതാനന്ദൻ തന്നെ സീറ്റ് നിഷേധിക്കുകയും പിന്നീട് ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിന് സീറ്റ് കിട്ടുകയും ചെയ്തപ്പോൾ കേരളത്തിൽ അദ്ദേഹം നടത്തിയൊരു യാത്രയുണ്ട്. മലമ്പുഴ വരെ എത്തുമ്പോഴേക്ക് അതൊരു കടലായി മാറുകയും അത് വലിയ ട്രെൻഡായി മാറുകയും പിന്നീട് VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രി പദത്തിലേക്ക് വരുന്നത് വരെയുള്ള ട്രെൻഡ് ഉണ്ട്. അതേപോലെയാണ് സുധാകരൻ കണക്കൂട്ടിയത്. അദ്ദേഹം കണ്ണൂരിൽ സ്ഥാനാർത്ഥിയാവുന്നതോടുകൂടി CPM-നെ എല്ലാം മൊത്തത്തിൽ അടിച്ച്, കേരളത്തിൽ മൊത്തം അടിച്ച് LDF-ന്റെ മൊത്തം സാധ്യതകളെല്ലാം ഇല്ലാതാക്കി വലിയൊരു ട്രെൻഡായി മാറുന്നൊക്കെയാണ് പുള്ളി കരുതുന്നത്. അങ്ങനെ പുള്ളി പലതും കരുതാറുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ചില എന്ന് പറയേണ്ടത് അദ്ദേഹത്തിലേക്ക് മൊത്തം ഒതുങ്ങുന്നതുകൊണ്ടുള്ള പ്രശ്നമാണ്. ഇതേ സൂക്കേട് തന്നെയാണ്, ഇതേ രോഗം തന്നെയാണ് സുധാകരനെ ബാധിച്ചത്. സുധാകരൻ പറയുന്നത് ഞാൻ ഉണ്ടെങ്കിൽ അവിടെ എല്ലാം ഉണ്ട് എന്നുള്ളതാണ്. അദ്ദേഹം ഇല്ലാതെ തന്നെയാണല്ലോ ഈ 5 വർഷക്കാലം ഇവിടെ കഴിഞ്ഞുകൂടിയത്. അതുകൊണ്ട് സുധാകരൻ ഇപ്പോൾ കാണിക്കുന്നതെല്ലാം ഒരുതരം മാനസികവിഭ്രാന്തിയുടെ ലക്ഷണങ്ങൾ തന്നെയാണ്, യാതൊരു സംശയമില്ല. ഇതിൽ പോയി പെട്ടുപോയിരിക്കുന്നത് കോൺഗ്രസ്സുകാരാണ്. അമ്പലപ്പുഴയിൽ ഒരുപക്ഷെ നല്ല സ്ഥാനാർത്ഥിയൊക്കെ നിർത്തിയിട്ടുണ്ടെങ്കിൽ നല്ലൊരു മത്സരം തന്നെ കാഴ്ചവെക്കാൻ പറ്റിയേനെ, സീറ്റ് നേടാൻ പറ്റിയേനെ. പക്ഷെ അതിന് ശ്രമിക്കാതെ സുധാകരൻ കുഴിച്ച കുഴിയിൽ ഇവർ പോയി വീണു. സുധാകരന് യഥാർത്ഥത്തിൽ കോൺഗ്രസിനോട് ഇപ്പം താല്പര്യമുണ്ടെന്ന് വെച്ചില്ല. അദ്ദേഹം പറഞ്ഞു ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്, എന്നെ ആർക്ക് വേണമെങ്കിൽ പിന്തുണക്കാം, ഞാൻ അങ്ങോട്ട് ആരും അടുത്ത് പോയി അഭ്യർത്ഥിക്കില്ല എന്നില്ല. അതായത് SDPക്കാർക്ക് വേണമെങ്കിലും പിന്തുണയ്ക്കാം, BJPക്കാർക്ക് വേണമെങ്കിലും പിന്തുണയ്ക്കാം, പോപ്പുലർ ഫ്രണ്ടിന് വേണമെങ്കിലും പിന്തുണയ്ക്കാം, കോൺഗ്രസിന് വേണമെങ്കിലും പിന്തുണയ്ക്കാം, ആർക്ക് വേണമെങ്കിലും പിന്തുണയ്ക്കാം. അപ്പം അദ്ദേഹം അവിടെ വളരെ ജനകീയനാണെന്നും അവിടെ അമ്പലപ്പുഴയുടെ സർവ്വമായ വികസനത്തിന് വേണ്ടിയിട്ട് ജീവൻ ഒഴിഞ്ഞു വെച്ച നേതാവാണ്. അതുകൊണ്ട് എന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ വിജയിപ്പിക്കാം, ഇവിടെ വികസനം വേണമെങ്കിൽ എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. കോൺഗ്രസ്സുകാരോടും പറയുന്നത് നിങ്ങൾക്ക് എനിക്ക് വോട്ട് ചെയ്താൽ നിങ്ങൾക്ക് നല്ലതാണ്, അല്ലാതെ എനിക്ക് ആരോടും പിന്നെ അഭ്യർത്ഥിക്കാൻ പറ്റില്ല, ഞാൻ ആരെയും കാണാനുമില്ല. അതായത് ഈ ഭൂമിയിലെ രാജാക്കന്മാർ എന്ന സിനിമയ്ക്കകത്ത് ഈ മന്ത്രിസഭ രൂപീകരിക്കാൻ വേണ്ടിയിട്ട് ബാലൻ കെ നായരൊക്കെ കൂടെ ഒരു യോഗം കൂടുന്ന സമയത്ത് ഒരു കാറിനകത്ത് ഒരാൾ വന്ന് ഇറങ്ങുന്ന ഒരു സീനുണ്ട്. ഒരു മുട്ടത്തലയുള്ള വാർദ്ധക്യം ബാധിച്ചൊരു മനുഷ്യൻ ഇയർഫോണൊക്കെ വെച്ചിട്ട് എന്ന് ചോദിക്കുന്നൊരു ചോദ്യം ഇതുണ്ട്. എന്ന് പറഞ്ഞ് 2 ആൾ കയ്യിൽ പിടിച്ചാൽ മാത്രമേ സുധാകരന് ഇപ്പോൾ പുറത്തിറങ്ങി നടക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. വാർദ്ധക്യം എന്ന് പറയുന്നത് നമ്മൾ മാനസികമായിട്ട് അംഗീകരിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പം ഞാൻ എനിക്ക് 48 വയസ്സായി, ഞാൻ ഇപ്പോഴും 28 വയസ്സുകാരനാണ്, 25 വയസ്സുകാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടന്നിട്ട് വല്ല കാര്യമുണ്ടോ?
ഒരു കാര്യമില്ല, വേണമെങ്കിൽ എൻ്റെ തല ഡൈ ചെയ്യാൻ പറ്റുമായിരിക്കും, മീശ ഡൈ ചെയ്യാൻ വേണ്ടി പറ്റുമായിരിക്കും, പക്ഷേ കുറച്ചുകൂടി അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് എൻ്റെ സ്കിന്നിൽ മാറ്റങ്ങൾ വരും. ഇത് പ്രകൃതി തന്നെ നമ്മളിൽ കുറേ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരും. ആ മാറ്റത്തെ നമ്മൾ മാനസികമായിട്ട് അംഗീകരിച്ച് വിശ്രമ ജീവിതത്തിലേക്ക് മാറുകയല്ലേ ചെയ്യേണ്ട സത്യത്തിൽ. പൊതുപ്രവർത്തകർക്ക് റിട്ടയർമെൻറ്റ് പ്രായമില്ല എന്നാണ് അദ്ദേഹം തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ചില ആളുകൾക്ക് മാത്രം ഇളവ് നൽകുന്നത്, മറ്റുള്ളവർക്ക് പ്രായത്തിൻ്റെയൊക്കെ പേര് പറഞ്ഞ് പാർട്ടിയുടെ സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുന്നു, തിരഞ്ഞെടുപ്പ് മത്സരിക്കാനുള്ള നിന്ന് മാറ്റി നിർത്തുന്നു. ഇത് ശരിയല്ല എന്നാണ് പുള്ളി കുറേ കാലമായിട്ട് വാദിക്കുന്നത്. അതായത് ഒരിക്കലും ഒരു പൊതുപ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ദീർഘകാലമായി ആർജിച്ചെടുത്ത കുറേ അറിവുകളുണ്ട്, തന്ത്രങ്ങളുണ്ട്, തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് എങ്ങനെ വിജയിച്ച് കയറാവുന്നതിനെക്കുറിച്ചുള്ള ചില അറിവുകളുണ്ട്. ഈ അറിവുകളൊക്കെ പാർട്ടി എല്ലാ കാലത്തും ഉപയോഗിക്കണമെന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം. അതായത് 92ാമത്തെ വയസ്സിലാണ് VS അച്യുതാനന്ദൻ മലമ്പുഴയിൽ മത്സരിക്കാൻ വേണ്ടി പോകുന്നത്. പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിന് ആ സമയത്തും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലാ ദിവസവും രാവിലെ നടക്കുകയൊക്കെ ചെയ്തിരുന്നു. അതിനുശേഷം പിന്നീടാണ്, അതായത് 2016 2020 കാലഘട്ടത്തിലേക്ക് എത്തുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യം കുറച്ച് മോശമായ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നതാണ് നമ്മൾ മനസ്സിലാക്കാനായിട്ട്. 2021 അദ്ദേഹം മത്സരിച്ചിട്ടില്ല. അത് വളരെ മോശമായ ഒരു രോഗാവസ്ഥയിലേക്ക് എന്നും എത്തിയിട്ടുണ്ടായിരുന്നില്ല, പല സ്ഥലങ്ങളിലും പ്രചരണത്തിലൊക്കെ എത്തിയിരുന്നു. അപ്പോൾ VS അച്യുതാനന്ദനും അല്ലെങ്കിൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയനും അല്ലെങ്കിൽ ഈ ഒക്കെ ആയിട്ട് G സുധാകരൻ സ്വയം താരതമ്യപ്പെടുത്തുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഒരു മാനസിക പ്രശ്നമായിട്ട് തന്നെ കണക്കാക്കാം. തീർച്ചയായും ഇപ്പോൾ യഥാർത്ഥത്തിൽ അദ്ദേഹം കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിൽ തന്നെ അദ്ദേഹം പാർട്ടിയായിട്ട് നിരന്തരമായി അവിടെ ഏറ്റുമുട്ടുകയായിരുന്നു. ഈ HS ലാബിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ചില നീക്കങ്ങൾ നടത്തി എന്നുള്ളത് ആരോപണം അന്ന് തന്നെ ഉണ്ട്. അതിൻ്റെ പേരിലാണ് ലളമരംഗം കമ്മിറ്റി, ഏകാംഗ കമ്മിറ്റി ഇദ്ദേഹം കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി പാർട്ടിയിൽ നിന്ന് ഇദ്ദേഹത്തിൻ്റെ നടപടിയെടുക്കാനൊക്കെ ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തുകയൊക്കെ ചെയ്തു. പാർട്ടിയിൽ അങ്ങനെ പലർക്കെതിരെയും വാളോങ്ങുകയും അവരെ വെട്ടി ഒതുക്കുകയൊക്കെ ചെയ്ത നേതാവാണ് സുധാകരൻ. അതുകൊണ്ട് ഈ ആലപ്പുഴയിൽ കൊടുത്തത് ആലപ്പുഴയിൽ തന്നെ കിട്ടിയതാണ്. അല്ലാതെ സുധാകരൻ വളരെ എല്ലാ ആളുകളെയും ഒരുമിച്ച് കൊണ്ടുപോവുകയും വളരെ ജനകീയനായ നേതാവ് എന്ന് പറയുമ്പോൾ ആളുകൾക്കിടയിലൊക്കെ വലിയ സ്വീകാര്യത ഉണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്ത ഒരുപാട് ആളുകളെ വെട്ടി ഒതുക്കി എന്നുള്ളത് നമ്മളിൽ കാണാതെ പോകരുത്. ഇപ്പം അദ്ദേഹം വിലപിച്ചിട്ട് കാര്യമില്ല, നേരത്തെ ചെയ്തതിൻ്റെ ഫലമാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇദ്ദേഹം വലിയ ആദർശശാലിയൊക്കെ ആയിരുന്നെങ്കിൽ ഒരിക്കലും അദ്ദേഹം ഈ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കാനും കോൺഗ്രസ്സുകാരുടെ കൂടെ കൂടാനൊന്നും പോകാൻ പാടില്ലാത്തതായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുകൊണ്ട് സുധാകരൻ ഇനിയും ഈ ദിവസങ്ങളിലും ഇനി പ്രകോപിതനാവും. സുധാകരൻ ഉറപ്പായും ഇതിൻ്റെ പേരിൽ തോൽക്കുകയും ചെയ്യും എന്നുള്ളതാണ് നമ്മളതിൽ കാണേണ്ടത്.